അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് പുളിച്ചാറ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിക്ക്. എന്തായാലും അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സ്രാവ് ലേശം നേരം വെള്ളത്തിൽ ഉപ്പ് പോകാൻ വേണ്ടി വെക്കുന്നുണ്ട്. മൺകുടുക്കയിലേക്ക് തക്കാളി, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പുളി ഒഴിക്കുകയാണ്. പുളി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമ്മുടെ സ്രാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്രാവ് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ അരപ്പ് റെഡിയാക്കണം. നമ്മുടെ തേങ്ങയുടെ അരപ്പാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ തേങ്ങ, ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇത് അരച്ചതിന് ശേഷം ഫ്ലെയിം ലേശം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ കറിയിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഒരു ലേശം ചെറിയ തള വരുമ്പം നമ്മൾ കറിവേപ്പിലയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും തൂവിയിട്ട് നമ്മുടെ കറി അപ്പോൾ റെഡിയായി. നമ്മൾ പുളിഞ്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ